ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മൊഡാൽ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിൽ ടോപ്പും ദുപ്പട്ടയും വന്നിട്ടുള്ള കുറച്ച് മൊഡാൽ സെറ്റുകളാണ്. ബോട്ടം ഇല്ല ഒന്നിൻ്റെയും കൂടെ. നമ്മുടെ മാർക്കറ്റിൽ പല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഈ മൊഡാൽ ആയിക്കോട്ടെ, അജ്രക്ക ആയിക്കോട്ടെ, കലങ്കാരി ആയിക്കോട്ടെ, ഇതിനൊന്നും നമുക്കൊരു ഫിക്സഡ് റേറ്റ് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി അനുസരിച്ച് ഇതിൻ്റെ പ്രൈസിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ നല്ല നല്ല പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ നമ്മൾ എടുക്കും. എനിക്കും വാങ്ങുമ്പോൾ പ്രൈസ് കൂടി തന്നെയാണ് കിട്ടുന്നത്. കാരണം അതിന് മുൻപത്തെ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ പ്രൈസിൽ വ്യത്യാസം കാണും. പക്ഷെ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ കണ്ട് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ആ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണ് പ്രൈസ് കൂടിയേക്കുന്നതെന്ന് എനിക്ക് ചോദിക്കേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. കാരണം അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം നമുക്ക്, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ക്വാളിറ്റി വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് മനസ്സിലാവും എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. നമ്മൾ എപ്പോഴും കാണിക്കുന്നതിനേക്കാളും പ്രൈസിൽ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരും. അപ്പോൾ നിങ്ങൾക്കത് ഒരു സംശയം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പല ക്വാളിറ്റി ഫാബ്രിക് പല പ്രൈസ് റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇന്നത്തേത് നല്ല ഭംഗിയുള്ള കുറച്ച് മോഡൽ ടോപ്പും ദുപ്പട്ടയും വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ചാനലിലെ ഗിവ് അവേയുടെ കാര്യം ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയി കേട്ടോ. നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് വിന്നറിനെ സെലക്ട് ചെയ്യാം. എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കമൻറ്റുകൾ ഇട്ട് സപ്പോർട്ട് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റുകൾ ഇടുന്നുണ്ട്, ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ അത് ഓർപ്പിക്കാൻ വിട്ടുപോയി. അതുപോലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് ക്രിസ്മസ് തീം കുഷ്യൻസ് കാണിച്ചിരുന്നല്ലോ. കുറേ ഷോപ്പുകാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറേ പേർക്ക് അത് കൊടുത്തു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു വീഡിയോ കൊടുന്ന് പറയാമെന്ന്. ഇപ്പോൾ സീസൺ ആണല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഹോൾസെയിലായിട്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ബൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പേഴ്സണലി വന്നാൽ മതി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഇന്നത്തെ കളക്ഷൻ മൊഡാലിൻ്റെതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ സെറ്റിന്റെ ടോപ്പ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബ്രിക്ക് റെഡ് ആണ് ഇതിന്റെ ബേജ് കളർ വന്നേക്കുന്നത്. അതിൽ ലോട്ടസ് പ്രിന്റ് ആണ് കേട്ടോ. ഇതാണ് ക്ലോസർ വ്യൂ. ഇതാണ് അതിന്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട. ഈ സെൻട്രൽ പോർഷനിൽ സെയിം ലോട്ടസ് പ്രിന്റ് തന്നെയാണ്. അതുപോലെ ഇതേപോലെ ഇങ്ങനെ ബോർഡർ വന്നേക്കുന്നു. പിന്നെ ലോവർ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. സെയിം കളർ ടോൺ തന്നെയാണ്. ലെങ്ത്തിലും വിഡ്ത്തിലും വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. 2.5 മീറ്റർ ലെങ്ത്ത് കിട്ടുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും. ഇതിന്റെ പ്രൈസ് 3350. ഇതാണ് അടുത്ത സെറ്റിന്റെ ടോപ്പ് വന്നേക്കുന്നത്. ഒരു ബദാം ബൂട്ട പ്രിന്റ് ആണ് കേട്ടോ അതിൽ വന്നേക്കുന്നത്. ബേസ് കളർ ബ്രിക്ക് റെഡ് തന്നെയാണ്. ഇതാണ് അതിന്റെ കൂടെ പെയർ ചെയ്യുന്ന ദുപ്പട്ട. സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ടോപ്പിന്റെ അതേ പ്രിന്റ് തന്നെയാണ്. ഇതുപോലെ ബോർഡർ ഒക്കെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ലോവർ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇതിന്റെ പ്രൈസ് 3350 ആണ്. ഞാൻ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ചുണ്ടൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. തണുപ്പിന്റെ തോന്നുന്നു, ചെറുതായിട്ട് ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എൻ്റെ ഫേസിൽ എന്തെങ്കിലും ചേഞ്ചസ് ചിലപ്പോൾ തോന്നുമായിരിക്കും കേട്ടോ. ഇതാണ് അടുത്തത്. ഇതിലെ പ്രിന്റ് ഇത് എങ്ങനെ വരുവേ. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടില്ല ആ സെയിം പാറ്റേൺ തന്നെ. സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ടോപ്പിന്റെ അതേ പ്രിന്റും രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ ഒക്കെ വന്നിട്ട് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ്. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പ് വന്നേക്കുന്നത്. ഇങ്ങനെ വരും. ദുപ്പട്ട ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇതാണ് അടുത്ത സെറ്റിന്റെ ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ഒരു പാനൽ പോലെയാണ് ഇതിന്റെ പ്രിന്റ് വന്നേക്കുന്നത്. രണ്ട് സൈഡ്സിലേക്ക് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റും പിന്നെ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ, പിന്നെ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് അങ്ങനെ തന്നെയാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇത് നല്ല ഭംഗിയുള്ള കുറച്ച്
കളേഴ്സും പ്രിന്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ല എലഗന്റ് ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടിട്ട് പോകാവുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ മൊഡാൽ. നിങ്ങൾ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമുക്കിത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ വെഡിങ് ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു എലഗന്റ് ആയിട്ട് വരുന്ന ഒരു പീസാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാം. കേട്ടോ അടുത്തത് ഇതാ ഇങ്ങനെ ഒരു സിക്സാഗ് പ്രിന്റാണ് ഇതിൽ വന്നേക്കുന്നത്. ഇതാണ് അതിന്റെ ദുപ്പട്ട. താഴ്ഭാഗത്തേക്ക് ഇതാ ഈ ഒരു പ്രിന്റാണ് കേട്ടോ. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ഇട്ടാലും നല്ല റിച്ച് ലുക്ക് റിച്ച് ഫീൽ കിട്ടുന്ന ഒരു പ്രിന്റാണ്. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പ് വന്നേക്കുന്നത്. ഇപ്പൊ നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ലേ, അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതിന്റെ ബേസ് കളർ ബ്ലാക്ക് ആണ്. ആദ്യം കണ്ടത് മെറൂൺ ആയിരുന്നു. ഇതാണ് അതിന്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് നല്ല ആക്സസറീസ് ഒക്കെ ഇട്ട് പോയാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ. ഇതാണ് അതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത്. സെറ്റ് ഇങ്ങനെ വരും. ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് സാരി ഉടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് മൊഡാലർ സെറ്റ് നമ്മൾ നല്ല ഭംഗിയിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് പോയാൽ നല്ല എലഗന്റ് ലുക്ക് എലഗന്റ് ഫീൽ തരുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ തൊട്ട് മുൻപ് കണ്ടില്ലേ, അതിന്റെ കളർ ചേഞ്ച് ആണ്. ഇതിന്റെ ബേസ് കളർ ബ്ലാക്ക് ആണ്. ഇതാണ് അതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ഇങ്ങനെ ഒരു സിക്സാഗ് പ്രിന്റ് ആണ് കേട്ടോ അതിൽ വന്നേക്കുന്നത്. ലോവർ പോർഷനിലേക്ക് ഇങ്ങനെ വരുവേ. രണ്ട് സൈഡിലും ആ ഒരു പ്രിന്റ് തന്നെയാണ്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ലോവർ സൈഡിൽ ടോപ്പിന്റെ അതേ പ്രിന്റും സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ അതാ ടോപ്പിന്റെ ലോവർ സൈഡിലുള്ള പ്രിന്റാണ് ദുപ്പട്ടയുടെ സെൻട്രൽ പോർഷനിൽ വന്നേക്കുന്നത്. താഴ്ഭാഗത്തിന് ടസിൽസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഫുൾ സെറ്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ഇതിൽ പ്രിന്റിൽ കണ്ടോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ്. ബാക്ക് സൈഡിലേക്ക് ഇതാ ഇങ്ങനെ ഒരു പ്രിന്റ് ഉണ്ട്. അതുപോലെ ടോപ്പിന്റെ അതേ സൈഡിൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വരും. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി പോലെ അത് നമുക്ക് യോക്കൊക്കെ കൊടുത്ത് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് വേണമെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ വരുത്താം, അല്ലെങ്കിൽ ബാക്കിൽ വരുത്താം. അതുപോലെ താഴ്ഭാഗത്തും ആ ഒരു പാറ്റേൺ നമുക്ക് കൊണ്ടുവരാൻ പറ്റുവേ. ദുപ്പട്ട താഴ്ഭാഗത്തുതാ ഇങ്ങനെ വരും. ഫുൾ സെറ്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിലിതാ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇതാണ് അതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഫുൾ സെറ്റ് ഇങ്ങനെ വരും.
ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ബേസ് കളർ ബ്ലൂ ആണ്, അതിൽ ലോട്ടസ് പ്രിന്റ് ആണ് ഇട്ടോ വന്നേക്കുന്നത്. ഈ ഫാബ്രിക്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രിന്റും കൂടെ വന്നിട്ടുണ്ട്. അത് ലോവർ സൈഡിലേക്കും ഉണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പാറ്റേൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത്. വൺ സൈഡ് ഈ ഒരു പ്രിന്റും അതർ സൈഡ് ഈ ഒരു പ്രിന്റും ആണ്. ലോവർ സൈഡിലേക്ക് ഇങ്ങനെ വരും. ഒരു വെറൈറ്റി ദുപ്പട്ടയാണ്, വെറൈറ്റി പ്രിന്റ് ആണ്. ഫുൾ സെറ്റ് ഇങ്ങനെ വരും. ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. ബേസ് കളർ നല്ലൊരു ബ്ലൂ ആണ്. ഇതിൽ ഈ ലൈൻ പാറ്റേൺ വെർട്ടിക്കലി ഹൊറിസോണ്ടലിയും ഒരു ബോക്സ് പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്നത് ദുപ്പട്ട. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഫുൾ സെറ്റ് ഇങ്ങനെ വരും. ഇതിന്റെ പ്രൈസ് 3790. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സെറ്റിലെ ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ബേസ് കളർ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ്. അതിൽ യെല്ലോയുടെയും മെറൂണിന്റെയും ബ്ലാക്കിന്റെയും ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. ഇതാണ് അതിന്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട. നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ദുപ്പട്ടയുടെ. ഒരു വെറൈറ്റി ആണ്. ലോവർ സൈഡ് കണ്ടതാ ഇങ്ങനെ വരുവേ. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ വരും. നല്ല ടസിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ദുപ്പട്ടയാണ്. ഫുൾ സെറ്റ് ഇങ്ങനെ വരും. ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുള്ള കുറച്ച് പ്രിന്റും കളറുമാണ് നമ്മൾ കണ്ടത്. മൊഡാലിനെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഞാൻ ഒത്തിരി മൊഡാൽ സിൽക്ക് ഫാബ്രിക് വീഡിയോ കൂടെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വളരെ ഫെമിലിയർ ഫാബ്രിക് ആണല്ലോ. ഇതേവരെ ഉപയോഗിച്ച് നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മൊഡാലിന്റെ സെറ്റ് ഉപയോഗിച്ച് നോക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ നല്ല ഭംഗിയാണ്. ഇപ്പൊ സാരി കൊടുത്തിട്ട് പോകേണ്ട ഒരു ഫംഗ്ഷൻ ആണെന്ന് ഇരിക്കട്ടെ, നമുക്ക് സാരി കൊടുത്ത് പോകാൻ വയ്യാത്തൊരവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും മൊഡാലിന്റെ ഒരു സെറ്റ് നല്ല ഭംഗിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല രീതിയിലുള്ള അതിന്റെ ആക്സസറീസ് ഒക്കെ ഇട്ട് പോയാൽ ഭയങ്കര ലുക്കായിരിക്കും, എലഗന്റ് ലുക്കായിരിക്കും. നിങ്ങൾ തന്നെ ആയിരിക്കും അവിടെ ഏറ്റവും സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മൊഡാലിട്ട് പോകുന്ന ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ മൊഡാലിട്ട് നിൽക്കുന്നവരെ കണ്ടാൽ തന്നെ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ കണ്ണങ്ങോട്ട് പോകും. അത്ര എലഗന്റ് ലുക്കാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഇതൊന്നും ഒത്തിരി മൾട്ടിപ്പിൾസ് നമ്മുടെ ഇല്ല കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ഡിലേ വരുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ, കുറച്ച് ലോങ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. കാണുമ്പോൾ എടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഒത്തിരി പേര് ഇത് റീസ്റ്റോക്ക് ചോദിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഓർഡർ ചെയ്താലേ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ്, അല്ലെങ്കിൽ പിന്നെ കുറേ നാൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക. അടുത്ത കളക്ഷൻസ് ആയിട്ടൊക്കെ വീണ്ടും കാണാം. അതുപോലെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കരുത്. നമുക്ക് ഡിസംബറിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് വിന്നറിനെ സെലക്ട് ചെയ്യാം. നിങ്ങൾ കമൻ്റ് ഒക്കെ ഇട്ട് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടുത്ത കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.